നമ്മുടെ ക്ലാസ് 9 ഓണപരീക്ഷയ്ക്ക് നിങ്ങൾക്ക് 80 മാർക്കിലാണ് പരീക്ഷ എഴുതാനായിട്ടുള്ളത് അല്ലേ. അപ്പോൾ 80 മാർക്സിന്റെ ഈ പേപ്പറിൽ ഒരു 50+ മാർക്സ് സ്കോർ ചെയ്യാൻ സാധിക്കുന്ന ക്വസ്റ്റ്യൻസ് ഫ്രീ ആയിട്ട് മിസ് പറഞ്ഞു തന്നാലോ. അപ്പോൾ ആ ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ഇതാ ഈ ഒരു വീഡിയോയിൽ നോക്കാനായിട്ട് പോകുന്നത്. അപ്പോൾ എല്ലാവരും മുഴുവനായിട്ട് ഈ ഒരു വീഡിയോ കാണാം. നമ്മുടെ എല്ലാ ചാപ്റ്റേഴ്സിനും നിങ്ങൾക്ക് ഈ ഓണപരീക്ഷയ്ക്ക് പഠിക്കാനുള്ള എല്ലാ ചാപ്റ്റേഴ്സിനുമുള്ള ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ് മിസ് കാണിക്കുന്നത്. അപ്പോൾ ഈ ഒരു ക്വസ്റ്റ്യൻസ് നിങ്ങൾ നന്നായിട്ട് ചെയ്ത് പഠിക്കുകയാണെങ്കിൽ എന്തായാലും നിങ്ങൾക്ക് ഒരു 50+ മാർക്സ് നിങ്ങൾക്ക് സ്കോർ ചെയ്യാനായിട്ട് സാധിക്കും. അപ്പോൾ ഏതൊക്കെയാണ് നമ്മുടെ ക്വസ്റ്റ്യൻസ് എന്ന് നമുക്ക് നോക്കാം. അപ്പോൾ ഏറ്റവും ആദ്യം നമ്മുടെ പെയേഴ്സ് ഓഫ് ഇക്വേഷൻ ഒരു 2 മാർക്കിന് വരുന്ന ഒരു ചോദ്യമാണ് ഇത്. എന്തായാലും നിങ്ങൾക്ക് ഒരു 2 മാർക്കിന് വരും. അപ്പോൾ എല്ലാ ക്വസ്റ്റ്യൻസിൻ്റെയും ഫുൾ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ആൻസർ മിസ് എഴുതാൻ നിന്ന് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ വീഡിയോ എന്ന് പറയുന്നത് ഒരു 1 or 2 hours ഒക്കെ ലെങ്ത് ഉള്ളതായിട്ട് മാറും. അപ്പോൾ അതുകൊണ്ട് എല്ലാത്തിനെയും ചെറിയ ചെറിയ ഹിൻറ്റ് മാത്രം മിസ് പറയാം, ഇങ്ങനെയാണ് ഇത് ചെയ്യേണ്ടത്. ആൻഡ് ഇതെല്ലാം തന്നെ നമ്മുടെ ലൈവ് ക്ലാസ്സുകളിൽ ഇനി വരുന്ന നമ്മുടെ എല്ലാ ലൈവ് ക്ലാസ്സിലും നമ്മൾ എല്ലാ ക്വസ്റ്റ്യൻസും ചെയ്യുന്നുണ്ടായിരിക്കും. സോ നിങ്ങൾ മിസ് ചെയ്യാതെ തന്നെ എല്ലാ ലൈവ് ക്ലാസ്സുകളും കാണുക കേട്ടോ. ഓക്കെ, അപ്പോൾ ഇവിടെ നിങ്ങൾ നോക്കുകയാണെങ്കിൽ സം ഓഫ് 2 numbers is 41 and their difference is 15. എന്തായാലും നിങ്ങൾക്ക് 2 മാർക്കിന് വരുന്ന ഒരു ചോദ്യമായിരിക്കും. 2 നമ്പേഴ്സിന്റെ എന്ത് തരുന്നുണ്ടായിരിക്കും, സമ്മ് തരും, അതേപോലെ തന്നെ ഡിഫറൻസ് എന്നിട്ട് എന്താണ് നമ്പേഴ്സ് എന്ന് ചോദിക്കും. അപ്പോൾ നിങ്ങൾ ഇത്ര മാത്രം ചോദിക്കുക, ഈ എന്ത് മാത്രം നിങ്ങൾ എഴുതിയാൽ മതി. ഇതിൽ ഏറ്റവും വലിയ നമ്പർ ലാർജസ്റ്റ് ആയിട്ടുള്ള ആളെ കണ്ടുപിടിക്കാനായിട്ട് ഈ പറഞ്ഞിട്ടുള്ള 41നെയും 15നെയും എന്ത് ചെയ്യുക, 41നെയും 15നെയും എൻ്റെ കുട്ടികൾ ആഡ് ചെയ്യുക, by 2 ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് ആ 2 നമ്പേഴ്സിലെ വലിയ നമ്പർ ഏതാണോ അത് നിങ്ങൾക്ക് കണ്ടുപിടിക്കാൻ പറ്റും. അതേപോലെ തന്നെ ഇതിലത്തെ ഏറ്റവും ചെറിയ ആളെ കണ്ടുപിടിക്കാനായിട്ട് ഈ 41ന്ന് 15 നിങ്ങൾ മൈനസ് ചെയ്യുക, എന്നിട്ട് by 2 ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് എന്ത് കിട്ടും, ആ കൂട്ടത്തിലെ ചെറിയ നമ്പർ കണ്ടുപിടിക്കാനായിട്ട് പറ്റും. ഇത്രയും ചെയ്താൽ മതി, നിങ്ങൾക്ക് എന്താണ് 2 മാർക്ക് ഈസി ആയിട്ട് സ്കോർ ചെയ്യാൻ പറ്റും. പെയേഴ്സ് ഓഫ് ഇക്വേഷൻ ഉറപ്പായിട്ടുള്ള ഒരു ചോദ്യമാണ് കേട്ടോ. ദെൻ അടുത്ത ചോദ്യം എന്ന് പറയുന്നത് ദ പ്രൈസ് ഓഫ് 2 bags and 1 umbrella is 1150 rupees അല്ലെ, 150 rupees. ഒരു 2 ബാഗിനും ഒരു കുടയ്ക്കും കൂടിയിട്ട് 1150 രൂപയാണെന്ന് പറയുന്നുണ്ട്. 2 ബാഗിനും 3 കുടയ്ക്കും കൂടിയിട്ട് 1850 രൂപയുമാണ് ഒരു ബാഗിന്റെ വിലയുണ്ട്, കുടയുടെ വിലയുണ്ട്. അപ്പോൾ എന്താണ് നമ്മൾ നോക്കേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ നമ്മൾ ബാഗിന്റെ വിലയെ ഞാൻ എക്സ് ആയിട്ടും കുടയുടെ വിലയെ ഞാൻ വൈ ആയിട്ടും എടുത്തു എന്ന് വിചാരിക്കുക. അങ്ങനെയാണെങ്കിൽ നമുക്കറിയാം 2 ബാഗ് അല്ലെ, 2 ബാഗാണ് നമ്മൾ വാങ്ങുന്നത്. അപ്പോൾ 2 ബാഗ് പ്ലസ് ഒരു അംബ്രല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 2x + y എന്ന് പറയുന്നത് 1150 എന്ന് പറഞ്ഞിട്ട് ഒരു ഇക്വേഷൻ നിങ്ങൾക്ക് കിട്ടും. അടുത്ത നമ്മുടെ ഇക്വേഷൻ എന്ന് പറയുന്നത് എന്താണ്, ദ പ്രൈസ് ഓഫ് 2 bags and 3 umbrella. 2 ബാഗും 3 അംബ്രലയുമാണ് നമ്മൾ വാങ്ങിയത്. അപ്പോൾ നമുക്ക് എത്രയായി, 1850 ആയിട്ട് മാറി. എന്നിട്ട് നമ്മൾ എടുത്ത ബാഗിൻ്റെയും അംബ്രലയുടെയും വിലയാണ് ചോദിച്ചത്. അപ്പോൾ ബാഗിൻ്റെ വില എക്സ് എന്നും കുടയുടെ വില ഞാൻ വൈ എന്നും എടുത്തിട്ടുണ്ട്. അപ്പോൾ 2x + y = 1250, 2x + 3y എന്ന് പറയുന്നത് 1850 എന്ന് കിട്ടി. അപ്പോൾ 2 ഇക്വേഷൻസ് ഉണ്ട്. ഈ 2 ഇക്വേഷൻസ് നമ്മൾ എന്ത് ചെയ്യുക, സോൾവ് ചെയ്യുക. ഈ രണ്ടാമത്തെ ഇക്വേഷൻ ഒന്നാമത്തെ ഇക്വേഷൻ നമ്മൾ എന്ത് ചെയ്താൽ മതി, മൈനസ് ചെയ്യുക അല്ലേ. രണ്ടാമത്തെ ഇക്വേഷൻ ഒന്നാമത്തെ ഇക്വേഷൻ മൈനസ് ചെയ്യുമ്പോൾ 2x പോയി, ബാക്കിയുള്ളത് 3y - y = 1850 - 1150 എന്ന് കിട്ടും. സോ 2y എന്ന് പറഞ്ഞിട്ട് നിങ്ങൾക്ക് എന്ത് കിട്ടും, ഇവിടെ ആൻസർ കിട്ടും അല്ലേ. ഇവിടെ നിങ്ങൾക്ക് 2y എന്ന് പറഞ്ഞിട്ട് 700 എന്ന് കിട്ടും അല്ലേ, 700 നിങ്ങൾക്ക് കിട്ടും. സോ നിങ്ങളിത് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്താണ്, നമ്മുടെ ഫൈനൽ ആൻസർ കിട്ടും. വൈയുടെ വാല്യൂ ഇവിടെ നിങ്ങൾക്ക് കണ്ടുപിടിക്കാൻ പറ്റും. അപ്പോൾ വൈയുടെ വാല്യൂ എന്ന് പറയുന്നത് 700ന്റെ പകുതിയാണ് കിട്ടും. എഗെയിൻ നമ്മൾ ആ വാല്യൂ എന്ന് പറയുന്നത് ഏതെങ്കിലും ഒരു ഇക്വേഷനിൽ, വൈയുടെ വാല്യൂ ഏതെങ്കിലും ഒരു ഇക്വേഷനിൽ ഇട്ട് കൊടുത്താൽ എക്സിൻ്റെ വാല്യൂ എൻ്റെ കുട്ടികൾക്ക് കണ്ടുപിടിക്കാൻ പറ്റും. അത്രയേ ഉള്ളൂ, സിമ്പിൾ ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. ഇതും നിങ്ങൾ പഠിച്ചു വയ്ക്കുക. ഈ മെത്തേഡിൽ ഒരു ചോദ്യം ഉറപ്പായിട്ടും ഉണ്ടായിരിക്കും കേട്ടോ. ദെൻ നമ്മുടെ പെയേഴ്സ് ഓഫ് ഇക്വേഷൻ ഉറപ്പായിട്ടുള്ള ഒരു ചോദ്യമാണ് നമ്മുടെ ഏജ് റിലേറ്റഡ് ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ അല്ലേ. ഏജ് റിലേറ്റഡ് ക്വസ്റ്റ്യൻ എന്തായാലും നിങ്ങൾക്ക് ഉണ്ടായിരിക്കും. ഒരു 5 മാർക്കിന് വരാൻ സാധ്യതയുള്ള ഒരു ചോദ്യമാണ് കേട്ടോ. അപ്പോൾ നേരത്തെ മിസ് പറഞ്ഞത് ഒരു 3 മാർക്കിന് വരുന്ന ഒരു ചോദ്യമാണ്. അപ്പോൾ ഈ ഒരു ക്വസ്റ്റ്യൻ ഒക്കെ നിങ്ങൾക്ക് വരാൻ സാധ്യതയുള്ളത് ഒരു 3 മാർക്കിനൊക്കെയാണ് ഈ ഒരു ചോദ്യം നിങ്ങൾക്ക് വരാൻ സാധ്യതയുള്ളത്. പക്ഷേ ഇതേപോലത്തെ ഏജ് റിലേറ്റഡ് ആയിട്ടുള്ള പ്രോബ്ലം എന്ന് പറയുന്നത് ഒന്നെങ്കിൽ നിങ്ങൾക്ക് ഒരു 5 മാർക്കിനാവാം, അതല്ലെങ്കിൽ നിങ്ങൾക്ക് ഒരു 4 മാർക്കിന് വരാൻ സാധ്യതയുള്ളതാണ്. അപ്പോൾ ഇവിടെ എന്ന് പറഞ്ഞാൽ നിങ്ങൾ ചെയ്യേണ്ട ഇത്രയേ ഉള്ളൂ, നമ്മളോട് കണ്ടുപിടിക്കാൻ പറഞ്ഞത് അച്ഛൻ്റെയും മകൻ്റെയും പ്രായമാണ് അല്ലേ. അപ്പോൾ അച്ഛൻ്റെ പ്രായം എന്ന് പറയുന്നത് നമ്മൾ എന്തായിട്ട് എടുക്കുക, എക്സ് ആയിട്ട് എടുക്കുക. അതുപോലെ തന്നെ മകൻ്റെ പ്രായം എന്ന് പറയുന്നത് നമ്മൾ വൈ ആയിട്ട് എടുക്കുക. എന്നിട്ട് 2 വർഷം മുന്നേ ഇവരുടെ ഏജ് തമ്മിലുള്ള കണക്ഷൻ നിങ്ങൾ നോക്കുക. അപ്പോൾ ആ ബിഫോർ 2 years അല്ലേ, 2 വർഷം മുന്നേ എന്തായിരുന്നു, അതേപോലെ തന്നെ ആഫ്റ്റർ 2 years എന്താണ് കണക്ഷൻ, ആഫ്റ്റർ 2 years എന്താണ് കണക്ഷൻ എന്നുള്ളത് നമ്മൾ സെപ്പറേറ്റ് മനസ്സിലാക്കി വയ്ക്കുക. ബിഫോർ 2 years എന്ന് പറയുമ്പോൾ അച്ഛൻ്റെ വയസ്സ് x+2 ആയിട്ടുണ്ടാവും, മകൻ്റെ വയസ്സ് എന്ന് പറയുന്നത് എന്താണ് y+2 ആയിട്ടുണ്ടാവും. ഇവർ തമ്മിലുള്ള കണക്ഷൻ എന്ന് ബിഫോർ 2 years എന്ന് പറയുമ്പോൾ മൈനസ് കിട്ടും.
അപ്പോൾ ബിഫോർ 2 years എന്ന് പറയുമ്പോൾ ഇവിടെ x-2 ഇവിടെ y-2 ആയിരിക്കും, 2 വർഷം പുറകിലോട്ടാണ്. അപ്പോൾ ഇവരുടെ കണക്ഷൻ എന്ന് പറയുന്നത് എന്താ, മകന്റെ വയസ്സിന്റെ 6 മടങ്ങായിരുന്നു അച്ഛന്റെ വയസ്സ്. അതേപോലെ തന്നെ ആഫ്റ്റർ 2 years എന്ന് പറയുമ്പോൾ അത് 4 മടങ്ങായിട്ട് മാറുകയാണ്. അതായത് x+2 എന്ന് പറയുന്നത് y+2ന്റെ 4 മടങ്ങായിട്ടാണ് മാറുന്നത്. ഇനി നമ്മൾ എന്ത് ചെയ്യും, ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യും. ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്തിട്ട് നമ്മളിത് സോൾവ് ചെയ്യും. x-2 ഈസ് ഈക്വൽ ടു 6y-12 എന്ന് കിട്ടും. അതായത് ഇവിടെ 6y മൈനസ്, ഇതിന് നമുക്ക് എന്ത് ചെയ്യാം, 6y മൈനസ് എക്സ് ഇസ് ഈക്വൽ ടു ഈ -12 ഇങ്ങോട്ട് കൊണ്ടുവന്നാൽ നമുക്ക് ഇവിടെ 10 എന്ന് കിട്ടും. അതേപോലെ തന്നെ ഇവിടെ നമ്മൾ ഇതുപോലെ ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യുക. x+2 ഈസ് ഈക്വൽ ടു 4y + 8 എന്നായിരിക്കും വരിക. ദാറ്റ് ഈസ് 4y മൈനസ് എക്സ് ഇസ് ഈക്വൽ ടു നമുക്ക് ഈ 8 ഇങ്ങോട്ട് വരുമ്പോൾ -6 എന്നായിരിക്കും നമുക്ക് വരുന്നുണ്ടായിരിക്കുക. ഇപ്പോൾ കിട്ടിയിട്ടുള്ള ഈ രണ്ട് ഇക്വേഷൻസ് നിങ്ങൾ സോൾവ് ചെയ്യുകയാണെങ്കിൽ ഈസി ആയിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഇതിൻ്റെ ആൻസർ കണ്ടുപിടിക്കാൻ പറ്റും. അപ്പോൾ ഏജ് റിലേറ്റഡ് ആയിട്ട് ഉറപ്പായിട്ടും നിങ്ങൾക്ക് ഒരു ചോദ്യം ഉണ്ടായിരിക്കും കേട്ടോ. ദെൻ നമ്മുടെ അടുത്ത ചോദ്യം എന്ന് പറയുന്നത് ഇതേപോലെ തന്നെ നമ്മുടെ രണ്ട് ഇക്വേഷൻസ് ഫോം ചെയ്ത് ചെയ്യാനുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. രാഹുൽ bought a football boot and 2 jerseys for 1,600 rupees. A boot cost 550 rupees more than jersey. What is the price of each? രാഹുൽ 1600 രൂപ കൊടുത്ത് ഒരു ഫുട്ബോൾ ബൂട്ടും 2 ജേഴ്സിയും വാങ്ങിയിട്ടുണ്ട്. ബൂട്ടിന് ഒരു ജേഴ്സിയേക്കാൾ 550 രൂപ കൂടുതലാണെന്ന് പറയുന്നുണ്ട്. അപ്പോൾ ജേഴ്സിയുടെ പ്രൈസ് എന്ന് പറയുന്നത് നിങ്ങൾ എന്തായിട്ട് എടുക്കുക, എക്സ് ആയിട്ട് എടുക്കുകയാണെങ്കിൽ ബൂട്ടിന്റെ പ്രൈസ് എന്ന് പറയുന്നത് എന്താ, ഇതിനേക്കാളും ഈ ജേഴ്സിയുടെ വിലയിനേക്കാളും 550 രൂപ കൂടുതലാണ്. എക്സ് പ്ലസ് 550 എന്നായിരിക്കും നിങ്ങൾക്ക് വരുന്നുണ്ടാവുക അല്ലെ, എക്സ് പ്ലസ് 550 എന്നായിരിക്കും വരുന്നുണ്ടായിരിക്കുക. ഇനി ഇവരുടെ കണക്ഷൻ എന്ന് പറയുന്നത് 1600 രൂപ കൊടുത്ത് എന്തൊക്കെയാണ് വാങ്ങിയിട്ടുള്ളത്, ഒരു ഫുട്ബോൾ ബൂട്ടിന്റെ വില എന്ന് പറയുമ്പോൾ എക്സ് പ്ലസ് 550 പ്ലസ് 2 ജേഴ്സി എന്ന് പറയുമ്പോൾ എന്താണ് 2x, ഇതാണ് എന്തെന്ന് പറയുന്നത് 1600 രൂപ. അപ്പോൾ ഇതിൽ നമ്മൾ ഇനി ഇത് സോൾവ് ചെയ്തെടുത്താൽ മതി. എക്സും 2x എന്ന് പറഞ്ഞാൽ 3x പ്ലസ് 550 എന്ന് പറയുന്നതാണ് 1600. ഇത് നിങ്ങൾ എന്ത് ചെയ്യുക, എക്സിന്റെ വാല്യൂ സോൾവ് ചെയ്തെടുക്കുക. ഫൈനൽ ആൻസർ എന്താണെന്നുള്ളത് എടുത്തെഴുതുക. ഇത്രയും മാത്രം ചെയ്താൽ മതി, നിങ്ങൾക്ക് എന്ത് കിട്ടും, അതിൻ്റെ ആൻസർ കിട്ടും. ഓക്കെ, പിന്നെ നമ്മുടെ പെയേഴ്സ് ഓഫ്, അപ്പോൾ ഇത് നിങ്ങൾക്ക് ഒരു 3 മാർക്കിന് വരാൻ സാധ്യതയുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. ഇതും നിങ്ങൾക്ക് ഒരു 3 മാർക്കിന് വരാൻ സാധ്യതയുള്ള ക്വസ്റ്റ്യൻ ആണ്. അതേപോലെ തന്നെ നിങ്ങൾക്ക് 3 മാർക്കിന് അല്ലെങ്കിൽ 4 മാർക്കിന് വരാൻ സാധ്യതയുള്ള ക്വസ്റ്റ്യൻ ആണ് നമ്മുടെ പെയേഴ്സ് ഓഫ് ഇക്വേഷൻ. ഇതേപോലെ സംഖ്യകളുടെ കളക്ഷൻ തരും. 2 സംഖ്യകളിൽ ആദ്യ സംഖ്യയോട് 13 കൂട്ടിയപ്പോൾ രണ്ടാമത്തേതിൻ്റെ 2 മടങ്ങും. അതേപോലെ തന്നെ രണ്ടാമത്തെ സംഖ്യയോട് 7 കൂട്ടിയപ്പോൾ, അപ്പോൾ ആദ്യത്തെ സംഖ്യ എക്സും രണ്ടാമത്തെ സംഖ്യ വൈ ആയിട്ട് എടുക്കാം. അപ്പോൾ ആദ്യത്തെ സംഖ്യയോട് നമ്മൾ എന്ത് കൂട്ടി, 13 കൂട്ടിയപ്പോൾ രണ്ടാമത്തെ സംഖ്യയുടെ 2 മടങ്ങ് കിട്ടി. പിന്നെ രണ്ടാമത്തെ സംഖ്യയോട് 7 കൂട്ടിയ സമയത്ത് ഒന്നാമത്തേതിന്റെ 2 മടങ്ങ് കിട്ടി. 2 ഇക്വേഷൻസ് ആയില്ലേ. ഈ 2 ഇക്വേഷൻസ് സോൾവ് ചെയ്തിട്ട് എന്ത് ചെയ്യാം, ഈ 2 ഇക്വേഷൻസ് സോൾവ് ചെയ്യുക, എന്നിട്ട് ആൻസർ എന്താന്ന് നോക്കാം. അത്രയേ ഉള്ളൂ. പിന്നെ നമ്മുടെ ന്യൂ നമ്പേഴ്സിന് ഉറപ്പായിട്ടും നിങ്ങൾക്ക് ഇതുപോലൊരു ഫിഗർ വരും. ഇതുപോലൊരു ട്രയാങ്കിൾ തന്നിട്ട് ന്യൂ നമ്പേഴ്സിന് പെരിമീറ്റർ കണ്ടുപിടിക്കാനായിട്ട് എന്തായാലും ഉണ്ടായിരിക്കും. അപ് ടു സെന്റിമീറ്റർ കൂടി ഉണ്ടാവും. അതായത് ക്വസ്റ്റ്യനിൽ നമുക്ക് തന്നിട്ടുണ്ടാവുക മീറ്ററിലായിരിക്കും. ആ മീറ്ററിനെ കൺവേർട്ട് ചെയ്യാനായിട്ടുള്ള ഒരു ചോദ്യം ഉറപ്പായിട്ടും നമ്മുടെ ന്യൂ നമ്പേഴ്സിന് നിങ്ങൾക്ക് ചോദിക്കും. ഇത് നിങ്ങൾക്ക് വരുന്നത് ഒരു 3 മാർക്കിന്റെ ക്വസ്റ്റ്യൻ ആയിട്ടായിരിക്കും കേട്ടോ. ഇതേപോലത്തെ ഒരു ക്വസ്റ്റ്യൻ 3 മാർക്കോ അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇത് 4 മാർക്ക് ആയിട്ട് വരാറുണ്ട്. 3 or 4 മാർക്കിന് വരുന്ന ഒരു ചോദ്യമാണ് ഈ ഒരു ടൈപ്പിലുള്ള ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ നിങ്ങൾക്ക് എന്ന് പറയാം എ ഡിയും സി ഡിയും, അത് ഇവിടെ കുറച്ച് മെഷർമെന്റ്സ് തന്നിട്ടുണ്ട്. അപ്പോൾ ഇവിടെ 1 ആണ്, ഇവിടെയും എന്താണ് 1 ആണെങ്കിൽ ഇവിടെ √(1² + 1² എന്ന് പറയുമ്പോൾ ഇവിടെ √2 കിട്ടും അല്ലേ. √(1) നമ്മുടെ പൈതഗോറസ് തിയറം വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ് കേട്ടോ, വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. പിന്നെ നമുക്ക് ഇവിടെ ഹൈപ്പോട്ടന്യൂസിന്റെ ഈ ഒരു മെഷർമെന്റ് അറിയാം, പെർപെൻഡിക്കുലർ അറിയാം. അങ്ങനെയാണെങ്കിൽ ബി ഡിയുടെ ലെങ്ത് എന്ന് പറയുമ്പോൾ √2² - 1 എന്ന് പറയുമ്പോൾ ഇവിടെ നിങ്ങൾക്ക് √4 - 1 ദാറ്റ് ഈസ് √3 എന്ന് കിട്ടും. ഇനി നമ്മളെടുത്ത് ഇവിടെ എന്താണെന്ന് ചോദിച്ചാൽ പെരിമീറ്റർ ആണ്, ചുറ്റളവാണ്. അപ്പോൾ എല്ലാം കൂടി ആഡ് ചെയ്യുക. 2 + √2 + √3 + 1, അതായത് 2 + 1 എന്ന് പറയുമ്പോൾ 3 ആണ്. അപ്പോൾ 3 + √2 + √3, √2ന്റെ വാല്യൂ 1.414, √3യുടെ വാല്യൂ 1.732. ആ വാല്യൂസ് നിങ്ങൾ പഠിച്ചു വയ്ക്കണം കേട്ടോ. അപ്രോക്സിമേറ്റ് വാല്യൂസ് പഠിച്ചു വയ്ക്കുക. എന്നിട്ട് ആ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. എന്നിട്ട് എന്താണ് ആൻസർ നോക്കുക. ആ കിട്ടുന്നത് നിങ്ങൾക്ക് മീറ്ററിലായിരിക്കും. സെന്റിമീറ്ററിലോട്ട് കൺവേർട്ട് ചെയ്യാൻ പറഞ്ഞു കഴിഞ്ഞാൽ 1 മീറ്റർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 100 സെന്റിമീറ്റർ ആണ്. അപ്പോൾ നിങ്ങൾക്ക് എത്രയാണോ കിട്ടുന്നത് അതിനെ നിങ്ങൾ 100 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തിട്ട് സെന്റിമീറ്ററിലേക്ക് ആക്കി മാറ്റണം. അല്ലാന്നുണ്ടെങ്കിൽ 1/2 മാർക്ക് ടീച്ചർ അവിടെ കുറയ്ക്കും കേട്ടോ. സെന്റിമീറ്ററിൽ മാറ്റി എഴുതിയില്ലെങ്കിൽ മാർക്ക് എന്തായാലും നിങ്ങൾക്ക് അവിടെ കുറയ്ക്കും. ഓക്കെ, then നമ്മുടെ അടുത്തൊരു ചോദ്യം, ഈ ഒരു ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് എന്താണ് ഒരു 5 മാർക്കിന് വരാൻ സാധ്യതയുള്ള ഒരു ചോദ്യമാണ്. 5 മാർക്കിന് വരാൻ സാധ്യതയുണ്ട്.
ഇൻ ദ ഫിഗർ BCDE എന്ന് പറയുന്ന ഒരു സ്ക്വയർ ആണ്. AB ലെങ്ത് 2 ആണ്. വാട്ട് ഈസ് ദ ഏരിയ ഓഫ് ദ സ്ക്വയർ BCDE? ഈ ഒരു സ്ക്വയറിന്റെ BCDEയുടെ ഏരിയ ആണ് ചോദിച്ചില്ല. അപ്പോൾ ഏരിയ കണ്ടുപിടിക്കണമെങ്കിൽ സ്ക്വയറിന്റെ സൈഡ് അറിയണം, അതിന് ഈ ഒരു ലെങ്ത് അറിയണം. സോ BEയുടെ ലെങ്ത് എങ്ങനെ കണ്ടുപിടിക്കാം? ഹൈപ്പോട്ടന്യൂസിന്റെ ലെങ്ത് നമുക്കറിയാം. അപ്പൊ BEയുടെ ലെങ്ത് കണ്ടുപിടിക്കാൻ റൂട്ട് ഓഫ് ഹൈപ്പോട്ടന്യൂസിന്റെ സ്ക്വയർ മൈനസ് ഈ ഒരു ബേസിന്റെ സ്ക്വയർ ചെയ്താൽ മതി. ദാറ്റ് ഈസ് റൂട്ട് ഓഫ് 9 - 4 എന്ന് പറയുമ്പോൾ റൂട്ട് 5 വരും. അപ്പൊ ഇവിടെ ഈ ലെങ്ത് റൂട്ട് 5 കിട്ടും. അപ്പോൾ റൂട്ട് 5 ആണ് സൈഡ് എന്നുണ്ടെങ്കിൽ ഏരിയ എന്ന് പറയുന്നത് എന്തായിരിക്കും? റൂട്ട് 5 ആണ് സൈഡ് എന്നുണ്ടെങ്കിൽ ഏരിയ എന്ന് പറയുന്നത് 5 സെന്റിമീറ്റർ സ്ക്വയർ ആയിരിക്കും. എത്രയായിരിക്കും? 5 സെന്റിമീറ്റർ സ്ക്വയർ ആയിരിക്കും നമ്മുടെ ഏരിയ എന്ന് പറയുന്നത്. അതിനുശേഷം നമ്മുടെ സ്ക്വയറിന്റെ പെരിമീറ്റർ ചോദിച്ചിട്ടുണ്ട്. പെരിമീറ്റർ എന്ന് പറയുമ്പോൾ എന്ത് വരും? 4 × √5 ആയിരിക്കും നമ്മുടെ പെരിമീറ്റർ എന്ന് പറയുന്നത്. Then അടുത്തത് how much greater in the perimeter of the square BCD than the perimeter of triangle AB? അപ്പോൾ AB എന്ന് പറയുന്ന ട്രയാങ്കിളിന്റെ പെരിമീറ്റർ കണ്ടുപിടിക്കുക, സ്ക്വയറിന്റെ പെരിമീറ്റർ കണ്ടുപിടിക്കുക, അവർ തമ്മിലുള്ള ഡിഫറൻസ് എത്രയാണെന്നുള്ളത് കാൽക്കുലേറ്റ് ചെയ്യുക. അതാണ് നമ്മൾ ഇവിടെ ചെയ്യേണ്ടത്. ഓക്കെ, അപ്പോൾ എന്തായാലും ഇങ്ങനത്തെ ഒരു ചോദ്യം ഉണ്ടായിരിക്കും. പിന്നെ 5 മാർക്കിന് ഉറപ്പായിട്ട് വരുന്നൊരു ചോദ്യമാണ്. ഒരുപാട് തവണ മിസ് പറഞ്ഞിട്ടുണ്ട് 5 മാർക്കിന് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് നമ്മുടെ ന്യൂ നമ്പേഴ്സ് എന്ന് പറയുന്ന ചാപ്റ്ററിൽ നിന്ന് വരുന്ന ഒരു ചോദ്യമാണിത്. ഇതേപോലെ കണക്റ്റഡ് ആയിട്ടുള്ള കുറച്ച് റൈറ്റ് ട്രയാങ്കിൾസ് കൊടുക്കും. ഇതിൽ ആദ്യത്തെ റൈറ്റ് ട്രയാങ്കിൾ ഇവിടെ ഉണ്ട്. ഈ റൈറ്റ് ട്രയാങ്കിളിന്റെ ഹൈപ്പോട്ടന്യൂസ് എന്ന് പറയുമ്പോൾ √2 ആയിരിക്കും. അടുത്ത റൈറ്റ് ട്രയാങ്കിൾ ഹൈപ്പോട്ടന്യൂസ് എന്ന് പറയുമ്പോൾ √3 ആയിരിക്കും. അടുത്ത റൈറ്റ് ട്രയാങ്കിൾ ഹൈപ്പോട്ടന്യൂസ് എന്ന് പറയുമ്പോൾ √4 ആയിരിക്കും. അടുത്തതിന്റെ ഹൈപ്പോട്ടന്യൂസ് എന്ന് പറയുമ്പോൾ √5 ആയിരിക്കും. അപ്പോൾ ഇവർ തമ്മിലുള്ള കണക്ഷൻ നിങ്ങൾ മനസ്സിലാക്കി വെക്കുക. ആദ്യത്തെ ട്രയാങ്കിളിന്റെ സൈഡ്സ് എന്ന് പറയുന്നത് 1 1 √2 ആണ്. രണ്ടാമത്തെ ട്രയാങ്കിളിലെ 1 √2 √3 ആണ്. മൂന്നാമത്തെ ട്രയാങ്കിൾ എന്ന് പറയുമ്പോൾ 1 √3 √4 ആയിരിക്കും വരിക. ഇങ്ങനെ നമുക്ക് എത്രാമത്തെ ട്രയാങ്കിൾ ചോദിച്ചാലും, ഇങ്ങനെ നമുക്ക് ഏത് ട്രയാങ്കിൾ ചോദിച്ചാലും അതിന്റെ സൈഡ്സിന്റെ ലെങ്ത് എഴുതാനായിട്ടുള്ള ആ ഒരു റിലേഷൻ നിങ്ങൾ പഠിച്ചു വെക്കുകയാണെങ്കിൽ സിമ്പിൾ ആയിട്ട് നിങ്ങൾക്ക് ഈ ഒരു 5 മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പോൾ ആ ഒരു 5 മാർക്കിന് ശേഷം പിന്നെ നമ്മുടെ കൺസ്ട്രക്ഷന്റെ ഭാഗത്ത് നിന്ന് നമ്മുടെ പാരലൽ ലൈൻസ് എന്ന് വരാൻ സാധ്യതയുള്ള ഒരു 3 മാർക്കിന് വരാൻ സാധ്യതയുള്ള ഒരു ക്വസ്റ്റ്യൻ ആണിത്. ഇക്വിലാറ്ററൽ ട്രയാങ്കിൾ വരയ്ക്കാനായിട്ട് വരും. ഡ്രോ ആൻ ഇക്വിലാറ്ററൽ ട്രയാങ്കിൾ ഓഫ് പെരിമീറ്റർ 14. അപ്പോൾ നിങ്ങൾ എന്താ ചെയ്യേണ്ടത്? 14 സെന്റിമീറ്ററിന്റെ ഒരു ലൈൻ വരയ്ക്കുക. എന്നിട്ട് ഇതിന് 3 ഈക്വൽ പാർട്ടായിട്ട് കട്ട് ചെയ്യണം. അപ്പോൾ 9 സെന്റിമീറ്ററിന്റെ ലൈൻ വരച്ച് അതിനെ 3 ഈക്വൽ പാർട്ടായിട്ട് കട്ട് ചെയ്യുന്നു. ദെൻ നമ്മുടെ പാരലൽ ലൈൻസിന്റെ ഡിവിഷൻ ഉപയോഗിച്ച് ഇതിനിങ്ങനെ കട്ട് ചെയ്യുക. ദെൻ നമ്മൾ എന്താ ചെയ്യുക? ഈ ലെങ്ത് എത്രയാണെന്നുള്ളത് മെഷർ ചെയ്തിട്ട് അത് താഴത്തേക്ക് എക്സ്റ്റെൻഡ് ചെയ്ത് വരച്ച് കഴിഞ്ഞാൽ നമ്മുടെ ട്രയാങ്കിളായി. കൺസ്ട്രക്ഷനൊക്കെ സെപ്പറേറ്റ് വീഡിയോ ആയിട്ട് ചെയ്തിട്ടുണ്ട്, ഉറപ്പായിട്ടും നിങ്ങൾ കാണണം. പിന്നെ നമ്മുടെ പാരലൽ ലൈൻസിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. വാട്ട് ഈസ് AD ഈസ് ടു AB? AD ഈസ് ടു AB എന്താണ്? അപ്പോൾ AD തന്നിട്ടുണ്ടാവും, AB തന്നിട്ടുണ്ടായിരിക്കും. അപ്പോൾ AD എന്ന് പറയുന്നത് എത്രയാണ്? AD എന്ന് പറയുന്നത് 3 ആണ്, AB എന്ന് പറയുന്നത് 9 ആണ്. അപ്പോൾ 3:9 എന്ന് പറയുമ്പോൾ നമുക്ക് 1:3 ആയിരിക്കും കിട്ടുക. AE ഈസ് ടു AC. AE ഈസ് ടു AC എന്ന് പറഞ്ഞാൽ AD ഈസ് ടു AB എന്താണോ അത് തന്നെയായിരിക്കും AE ഈസ് ടു AC എന്ന് പറയുന്നത്. ആ ഒരു റിലേഷൻ നമ്മുടെ ട്രയാങ്കിൾ ഡിവിഷന്റെ ഭാഗത്തൊക്കെ ആയിട്ട് നമ്മൾ പഠിച്ചിട്ടുണ്ട്. ആ ഒരു റിലേഷൻ എൻ്റെ കുട്ടികൾ പഠിച്ചു വെക്കുക. പിന്നെ ഇതിൽ നിന്ന് നിങ്ങൾ ഇമ്പോർട്ടൻ്റ് ആയിട്ട് പഠിക്കേണ്ട ഒരു കാര്യമാണ് വാട്ട് ഈസ് AD/DB. AD/DB എന്താണോ അത് തന്നെയാണ് AD/DB എന്താണോ അത് തന്നെയാണ് AE/EC എന്നുള്ള കാര്യം നിങ്ങൾ ഓർത്ത് വയ്ക്കുക. അതെന്നാണ് പിന്നെ നിങ്ങൾ എന്ത് ചെയ്യേണ്ടത്? ഈ ഒരു ക്വസ്റ്റ്യൻ്റെ ആൻസർ കണ്ടുപിടിക്കേണ്ടത്. AEDയും ECDയും ലെങ്ത്. കാരണം നിങ്ങൾക്കറിയാം AD എന്ന് പറയുന്നത് ഇവിടെ നമുക്ക് എത്രയാണ്? 3 ആണ്. ഇപ്പം ഇവിടെ മൊത്തത്തിൽ 9 ആയതുകൊണ്ട് ഇവിടെ നിങ്ങൾക്ക് 6 ആയിരിക്കും. അപ്പോൾ 3/6 എന്ന് പറയുന്നതായിരിക്കും നമ്മുടെ AE/EC എന്ന് പറയുന്നത്. AE + EC എന്താണെന്ന് നമുക്കറിയാം. ഇതിന്റെ ടോട്ടൽ ലെങ്ത് എന്ന് പറയുന്നത് AC 6 സെന്റിമീറ്റർ ആണ്. സോ അതൊന്ന് ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ഉറപ്പായിട്ട് നിങ്ങൾക്ക് ഉണ്ടായിരിക്കും. അപ്പോൾ ഈ ഒരു ക്വസ്റ്റ്യൻ പഠിച്ചു വെക്കുക കേട്ടോ. അടുത്തെന്ന് പറയുന്ന ഒരു പ്രൂവ് ദാറ്റ് ക്വസ്റ്റ്യൻ 5 മാർക്കിന് ചോദിക്കുന്ന പാരലൽ ലൈൻസിന് 5 മാർക്കിന് വരുന്ന ഒരു പ്രൂവ് ദാറ്റ് ക്വസ്റ്റ്യൻ ആണിത്. ഒരു റൈറ്റ് ട്രയാങ്കിളിന്റെ ഒരു സർക്കിൾ വരച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ അതിന്റെ സർക്കം സെന്റർ എന്ന് പറയുന്നത് എന്തായിരിക്കും? ഹൈപ്പോട്ടന്യൂസിന്റെ മിഡ് പോയിന്റ് ആയിരിക്കും എന്ന് പ്രൂവ് ചെയ്യാനുള്ള ഒരു ചോദ്യം ഉറപ്പായിട്ടും നിങ്ങൾക്ക് ഉണ്ടായിരിക്കും. അപ്പോൾ ഇവിടെ നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം എന്ന് പറയുന്നത് ഇവിടെ ഈ പറയുന്ന AC-യുടെ ലെങ്ത്തിന്റെ പകുതി ആയിരിക്കും ED-യുടെ ലെങ്ത് എന്ന് പറയുന്നത്. അതുപോലെ തന്നെ E എന്ന് പറയുന്ന മിഡ് പോയിന്റ് ആയതുകൊണ്ട് CEയും EBയും ഈക്വൽ ആണ്, ADയും DBയും ഈക്വൽ ആണ്. ആ ഒരു കാര്യങ്ങളൊക്കെ നമ്മൾ എഴുതുക. എന്നിട്ടാണ് നമ്മൾ ആക്ച്വലി പറഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞാൽ ഈ പറയുന്ന റിലേഷനിലേക്ക് എത്തും. നമ്മൾ പ്രൂവ് ചെയ്യുക എത്ര മാത്രമേ ഉള്ളൂ? സിയിൽ നിന്ന് ഇയിലേക്കുള്ള ലെങ്ത്തും ഇയിൽ നിന്ന് ബിയിലേക്കുള്ള ലെങ്ത്തും ഇയിൽ നിന്ന് എയിലേക്കുള്ള ലെങ്ത്തും സെയിം ആണ്. അത് പ്രൂവ് ചെയ്ത് കഴിഞ്ഞു കഴിഞ്ഞാൽ E എന്ന് പറയുന്നത് സർക്കം സെന്റർ ആണെന്ന് നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും. അതാണ് നമ്മൾ പ്രൂവ് ചെയ്യുക, അതിലേക്കാണ് നമ്മൾ എത്തിക്കുക. ഒരുപാട് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക? നമ്മുടെ ലൈവ് ക്ലാസ്സുകൾ എടുത്ത് കാണുക. അതിൽ നമ്മൾ ഈ ഒരു ക്വസ്റ്റ്യൻ എല്ലാം ഡീറ്റെയിൽഡ് എക്സ്പ്ലനേഷൻ കൊടുത്തിട്ടുണ്ട്. ഇനി അതല്ലാന്നുണ്ടെങ്കിൽ ഓൾറെഡി നമ്മുടെ ചാനൽസിന് ഇനി വരുന്ന എക്സാം അടുപ്പിച്ചിട്ടുള്ള എല്ലാ ലൈവ് ക്ലാസ്സുകളിലും നമ്മൾ ഈ ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻസ് എല്ലാം തന്നെ ഡിസ്കസ് ചെയ്യുന്നുണ്ടായിരിക്കും. അപ്പോൾ ഇപ്പം നിങ്ങൾ ഈ ക്വസ്റ്റ്യൻസ് ഒക്കെ മനസ്സിലാക്കി വെക്കുക. ക്വസ്റ്റ്യൻസ് സ്ക്രീൻഷോട്ട് എടുത്ത് അത് ചെയ്ത് പഠിക്കുക കേട്ടോ.
ഓക്കെ, ദെൻ നമ്മുടെ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ് ഇത്. നിങ്ങൾക്ക് 5 മാർക്കിന് വരാൻ സാധ്യതയുണ്ട് കേട്ടോ. നേരത്തെ ക്വസ്റ്റ്യൻ്റെ തന്നെ ഒരു ഓർ ക്വസ്റ്റ്യൻ ആയിട്ട് 5 മാർക്കിന് വരാൻ സാധ്യതയുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. ഒരു ട്രയാങ്കിൾ ഇതുപോലെ 2 മീഡിയൻസ് വരയ്ക്കും, എന്നിട്ട് അതുമായിട്ട് റിലേറ്റഡ് ആയിട്ട് ചോദ്യങ്ങൾ വരും. അപ്പോൾ 2 മീഡിയൻസ് ആണ് ഇവിടെ ഉള്ളത്. എ ജി എന്ന് പറയുന്ന ഒരു മീഡിയൻ ആണ്, അല്ല എ ക്യൂ എന്ന് പറയുന്ന ഒരു മീഡിയൻ ആണ്, ബി പി എന്ന് പറയുന്ന ഒരു മീഡിയൻ ആണ്. മീഡിയൻസ് ജി എന്ന് പറയുന്ന പോയിന്റിൽ ഇന്റർസെക്ട് ചെയ്തിട്ടുണ്ട്. ജി എന്ന് പറയുന്നത് നമ്മുടെ സെൻട്രോയിഡ് ആണ്. അപ്പോൾ ജി എന്ന് പറയുന്ന സെൻട്രോയിഡ് എന്ത് ചെയ്യുന്നുണ്ട്, ഈ മീഡിയൻ എ ജി ഈസ് ടു ജി ക്യൂ എന്ന് പറയുമ്പോൾ എന്താ 2:1 റേഷ്യോയിൽ ഡിവൈഡ് ചെയ്യുന്നുണ്ട്. പിന്നെ നമ്മളടുത്ത് പി ക്യൂവിൻ്റെയും എസ് ആറിൻ്റെയും ലെങ്ത് ആണ് ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ നമ്മൾ ഈ മൊത്തം ട്രയാങ്കിൾ എടുക്കുന്ന സമയത്ത് പിയും ക്യൂവും മിഡ് പോയിന്റ്സ് ആണ്. സോ ഈ എ ബിയുടെ ലെങ്ത് എന്താണോ അതിന്റെ പകുതി ആയിരിക്കും നമ്മുടെ പി ക്യൂവിന്റെ ലെങ്ത് എന്ന് പറയുന്നത്. അതേപോലെ തന്നെ നമ്മുടെ ട്രയാങ്കിൾ എ ജി ബി കൺസിഡർ ചെയ്യുന്ന സമയത്ത് ഈ പറയുന്ന എസും ആറും മിഡ് പോയിന്റ്സ് ആണ്. സോ എസ് ആർ എന്ന് പറയുന്നതും എ ബിയുടെ പകുതി ആയിരിക്കും. അത് റിലേറ്റഡ് ആയിട്ടുള്ള ചോദ്യങ്ങൾ. അപ്പോൾ പി ക്യൂ എന്ന് പറയുന്നതും എസ് ആർ എന്ന് പറയുന്നതും എന്തായിരിക്കും, എ ബിയുടെ പകുതി ആയിരിക്കും. ഓൾസോ ഇത് മിഡ് പോയിന്റ്സ് കണക്ട് ചെയ്തിട്ടുള്ള ലൈൻ ആയതുകൊണ്ട് ഈ തേർഡ് സൈഡിന് അത് എന്തായിരിക്കും, പാരലലും ആയിരിക്കും. അതെന്നാണ് നമുക്ക് പി ക്യു ആർ എസ് എന്ന് പറയുന്ന ഈ ഒരു ക്വാഡ്രിലാറ്ററൽ എന്താണ്, പാരലലോഗ്രാം ആണെന്ന് നമ്മൾ തെളിയിക്കുന്നത്. ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, 5 മാർക്കിന് ചോദിക്കാൻ സാധ്യതയുണ്ട് കേട്ടോ. അതേപോലെ തന്നെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള മറ്റൊരു റിസൾട്ട് ആണ്, ഇതേപോലെ ഒരു ട്രയാങ്കിളിന്റെ 3 സൈഡ്സിനെയും മിഡ് പോയിന്റ്സ് കണക്ട് ചെയ്തു. 3 സൈഡ്സിനെ മിഡ് പോയിന്റ്സ് കണക്ട് ചെയ്ത് നമ്മൾ ലൈൻ വരച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്ന 4 ട്രയാങ്കിൾസ് എന്ന് പറയുന്നത് എന്താണ്, ഈക്വൽ ട്രയാങ്കിൾസ്. അപ്പോൾ അത് റിലേറ്റഡ് ആയിട്ട് നമുക്ക് ക്വസ്റ്റ്യൻസ് വരും. പെരിമീറ്റർ, അതേപോലെ തന്നെ ഏരിയ കണ്ടുപിടിക്കാനുള്ള ക്വസ്റ്റ്യൻസ്. അതായത് ഇപ്പോൾ ഈ കുഞ്ഞി ട്രയാങ്കിളിന്റെ പെരിമീറ്റർ എന്താണോ അതിന്റെ ഡബിൾ, അതായത് ഈ കുഞ്ഞി ട്രയാങ്കിളിന്റെ പെരിമീറ്റർ എന്താണോ അതിന്റെ ഡബിൾ ആയിരിക്കും വലിയ ട്രയാങ്കിളിന്റെ പെരിമീറ്റർ. അതുപോലെ തന്നെ ഈ കുഞ്ഞി ട്രയാങ്കിളിന്റെ ഏരിയ എന്താണോ അതിന്റെ 4 മടങ്ങായിരിക്കും വലിയ ട്രയാങ്കിളിന്റെ ഏരിയ. അത് റിലേറ്റഡ് ആയിട്ട് എപ്പോഴും നിങ്ങൾക്ക് ക്വസ്റ്റ്യൻസ് വരുന്നതാണ്. അപ്പോൾ അതെന്തായാലും എൻ്റെ കുട്ടികൾ പഠിച്ചു വെക്കണം കേട്ടോ. അതായത് കുഞ്ഞി ട്രയാങ്കിളിന്റെ പെരിമീറ്റർ ഓഫ് ട്രയാങ്കിൾ പി ക്യു ആറിന്റെ ഡബിൾ ആയിരിക്കും എന്തെന്ന് പറയുന്നത്, പെരിമീറ്റർ ഓഫ് ട്രയാങ്കിൾ എ ബി സി എന്ന് പറയുന്നത്. അതുപോലെ തന്നെ ഏരിയ ഓഫ് ട്രയാങ്കിൾ പി ക്യു ആർ എന്താണോ അതിന്റെ 4 മടങ്ങായിരിക്കും എന്തെന്ന് പറയുന്നത്, ഏരിയ ഓഫ് ട്രയാങ്കിൾ എ ബി സി എന്ന് പറയുന്നത്. ഈ റിലേഷൻ യൂസ് ചെയ്തുകൊണ്ട് ഇതുപോലത്തെ ചോദ്യങ്ങൾ നിങ്ങൾക്ക് വരും. മസ്റ്റ് ആയിട്ട് എൻ്റെ കുട്ടികൾ എന്ത് ചെയ്യണം, പഠിച്ചു വയ്ക്കണം. ഓക്കെ, ദെൻ നമുക്ക് ഇതേപോലത്തെ ക്വസ്റ്റ്യൻസ് നമ്മുടെ പാരലൽ ലൈൻസ് എന്ന് പറയുന്ന ചാപ്റ്ററിൽ നിന്ന് വരുന്നുണ്ട്. ഇത് നിങ്ങൾക്ക് ഒരു 3-4 മാർക്കിന് ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. ഒരു 3 മാർക്കിന് അല്ലെങ്കിൽ ഒരു 4 മാർക്കിന് വരുന്ന ഒരു ചോദ്യമാണ്. ഇവിടെ ഇത്രയേ ഉള്ളൂ. ഈ പറയുന്ന ക്വാഡ്രിലാറ്ററിന്റെ എല്ലാ സൈഡ്സും കണ്ടുപിടിക്കുക. അത് എന്താണ്, ഏത് ടൈപ്പ് ഓഫ് ക്വാഡ്രിലാറ്ററൽ ആണ് എന്നുള്ളത് ഐഡന്റിഫൈ ചെയ്യുക. വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. ഇതും നമ്മൾ ലൈവിലൊക്കെ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഒന്ന് ചെക്ക് ഔട്ട് ചെയ്ത് നോക്കുക. ക്വസ്റ്റ്യൻ എന്ത് ചെയ്യുക, ഒന്ന് സ്ക്രീൻഷോട്ട് എടുത്ത് വെക്കുക. ഓക്കെ, വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ്. ദെൻ നമ്മുടെ മൾട്ടിപ്ലിക്കേഷൻ ഐഡന്റിറ്റീസിലേക്ക് വരുന്ന സമയത്ത് എല്ലാ ഐഡന്റിറ്റീസും നിങ്ങൾ പ്രോപ്പറായിട്ട് പഠിച്ചിരിക്കണം. വളരെ ഇമ്പോർട്ടൻ്റ് ആണ് എല്ലാ ഐഡന്റിറ്റീസും പഠിക്കുക എന്നുള്ളത്. എല്ലാ ഐഡന്റിറ്റീസും പഠിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇതുപോലത്തെ ഫിൽ ഇൻ ദ ടൈപ്പിലുള്ള ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് ഈസി ആയിട്ട് ആൻസർ ചെയ്യാൻ പറ്റും. x+2 × y+2 എന്ന് പറയുന്നത് x+2 × y+2 ബൈ ഹാർട്ട് പഠിച്ചില്ലെങ്കിൽ പോലും എൻ്റെ കുട്ടികൾക്ക് ഇത് ഈസി ആയിട്ട് എഴുതാൻ പറ്റും. x × y എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ xy ആണ്, x × 2 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 2x ആണ്, പ്ലസ് എന്താണ് 2 × y എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 2y ആണ്, പ്ലസ് 2 × 2 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് 4 ആണ്. സോ ഇത് നമുക്ക് xy പ്ലസ് 2ന് ഔട്ട് സൈഡ് എടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ 2 × x + y + 4 എന്നുള്ളത് കിട്ടും. അവിടെ നമ്മൾ എന്താണോ ഇല്ലാത്ത അത് ഫില്ല് ചെയ്ത് കൊടുക്കുക. അപ്പോൾ 2 × x + y ആയിരിക്കും ഇവിടെ ഫില്ല് ചെയ്യാനായിട്ട് ഉണ്ടാവുക. ഓക്കെ, ഇനി ഇതേ ഐഡന്റിറ്റിയിൽ ദ സം ഓഫ് 2 ഈവൺ നമ്പേഴ്സ്, 2 ഈവൺ നമ്പേഴ്സിന്റെ സം എന്ന് പറയുന്നത് 26 ആണ്. അതായത് എക്സും വൈയും കൂടി കൂട്ടിയാൽ 26 ആണ്. അവരുടെ പ്രൊഡക്റ്റ് എന്ന് പറയുന്നത് x × y എന്ന് പറയുന്നത് 144 ആണ്. വാട്ട് ഈസ് ദ പ്രൊഡക്റ്റ് ഓഫ് ദ ഈവൺ നമ്പേഴ്സ് നെക്സ്റ്റ് ടു ഈച്ച്, അതിന്റെ തൊട്ടടുത്ത് വരുന്ന ഈവൺ നമ്പേഴ്സിന്റെ പ്രൊഡക്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ x + 2 × y + 2 എന്താണെന്നാണ് ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ ഓൾറെഡി നമുക്കറിയാം x + 2 × y + 2 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ xy, അപ്പോൾ 144 + 2 × x + y, അതായത് 2 × 26 + 4. ഇത്രയേ ഉള്ളൂ ആൻസർ എന്ന് പറയുന്നത്. അപ്പോൾ തന്നിട്ടുള്ള ഐഡന്റിറ്റിയിൽ നിന്നുമായിരിക്കും ഈ ഒരു ചോദ്യം ചെയ്യാനായിട്ട് ഉണ്ടാവുക. അത് മനസ്സിലാക്കുക. അപ്പോൾ ഐഡന്റിറ്റി എഴുതുന്നത് തെറ്റിപ്പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ നമ്മുടെ അതിന്റെ ഫോളോയിങ് ആയിട്ട് വരുന്ന സബ് ക്വസ്റ്റ്യനും തെറ്റിപ്പോവും. അപ്പോൾ അതുകൊണ്ട് ഐഡന്റിറ്റി ശ്രദ്ധിച്ച് തന്നെ പഠിക്കുക, മനസ്സിലാക്കി പഠിക്കുക. ഇതേപോലെ മനസ്സിലാക്കി പഠിക്കുകയാണെന്നുണ്ടെങ്കിൽ തെറ്റില്ല. ഓക്കെ, ദെൻ നമ്മുടെ അടുത്ത ചോദ്യം എന്ന് പറയുന്നതാണ് എപ്പോഴും നമ്മുടെ മൾട്ടിപ്ലിക്കേഷൻ ഐഡന്റിറ്റീസിന് ഇതുപോലത്തെ ഒരു ചോദ്യം ഉണ്ടായിരിക്കും. ഒരു 5 മാർക്കിന് വരുന്ന ഒരു ചോദ്യമാണ് കേട്ടോ. ഒരു 5 മാർക്കിന് വരുന്ന ഒരു ചോദ്യമാണിത്. ഒരു റെക്ടാങ്കിളിന്റെ സൈഡ്സ് എന്ന് പറയുന്നത് 1 മീറ്റർ ഇൻക്രീസ് ചെയ്യുമ്പോൾ അതിന്റെ ഏരിയ എന്ന് പറയുന്നത്, ഇപ്പോൾ റെക്ടാങ്കിൾ എടുക്കുക, ആ റെക്ടാങ്കിളിന്റെ സൈഡ്സ് ഞാൻ എക്സും വൈ ആയിട്ട് എടുത്തു. അങ്ങനെയാണെങ്കിൽ അതിന്റെ സൈഡ്സ് 1 മീറ്റർ ഇൻക്രീസ് ചെയ്തു. അപ്പോൾ x + 1 ആയി, y + 1 ആയി. അപ്പോൾ ഇതിന്റെ ഏരിയ എന്ന് പറയുന്നത് എത്രയാണ്, ഏരിയ എന്ന് പറയുന്നത് 336 ആണ്. ഓക്കെ, 336 ആണ്. അപ്പോൾ ഇതിന് എനിക്ക് എങ്ങനെ എഴുതാം, xy + x + y + 1 = 336 എന്ന് പറഞ്ഞിട്ട് കിട്ടും.
അതേപോലെ തന്നെ ഈ റെക്ടാങ്കിളിന്റെ സൈഡ്സ് 1 മീറ്റർ വീതം നമ്മൾ കുറച്ചു. അപ്പോൾ 1 മീറ്റർ കുറയ്ക്കുക എന്ന് പറഞ്ഞാൽ എക്സ് എന്നുള്ളത് x-1 ആയി, y എന്നുള്ളത് y-1 ആയി. അപ്പോൾ ഏരിയ എന്ന് പറയുന്നത് എന്തായിട്ട് മാറി? 226 ആയി. ഇതിനെ എനിക്ക് എങ്ങനെ എഴുതാം? xy മൈനസ് എക്സ് മൈനസ് വൈ പ്ലസ് 1 ഇസ് ഈക്വൽ ടു 226. അപ്പോൾ 2 ഇക്വേഷൻസ് നമുക്ക് ഇവിടെ കിട്ടുന്നുണ്ട്. ഈ 2 ഇക്വേഷൻസ് സോൾവ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കണ്ടുപിടിക്കാൻ പറ്റും? ഒറിജിനൽ റെക്ടാങ്കിളിന്റെ ഏരിയ, അതായത് xy എന്താണെന്ന് കണ്ടുപിടിക്കാൻ പറ്റും. അതേപോലെ തന്നെ പെരിമീറ്റർ 2 × x + y എന്താണെന്ന് കണ്ടുപിടിക്കാൻ പറ്റും. ഈ 2 ഇക്വേഷൻസും കൂടിയിട്ട് നമ്മൾ ആഡ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ, ഈ 2 ഇക്വേഷൻ കൂടി ആഡ് ചെയ്യുക. അപ്പോൾ നമുക്ക് ഈ പറഞ്ഞിട്ടുള്ള xy എന്താണെന്നുള്ളത് കിട്ടും. അതേപോലെ തന്നെ നമുക്ക് നമ്മുടെ പെരിമീറ്റർ എന്താണെന്നുള്ളതും കണ്ടുപിടിക്കാനായിട്ട് സാധിക്കും. 2 ഇക്വേഷൻസ് കൂടി ആഡ് ചെയ്യുക, അല്ലെങ്കിൽ മൈനസ് ചെയ്ത് കഴിഞ്ഞാൽ ഈ പറഞ്ഞ ആളെ കിട്ടും. അതേപോലെ തന്നെ ഏരിയയുടെ ക്വസ്റ്റ്യൻ മാത്രമല്ല മൾട്ടിപ്ലിക്കേഷൻ ഐഡന്റിറ്റീസ് 5 മാർക്കിന് വരുന്നത്. ഇതേപോലെ നമ്മുടെ ലാർജർ ഓഫ് 2 നമ്പേഴ്സ് ഇൻക്രീസ്ഡ് ബൈ 1, 2 നമ്പേഴ്സ് ഉണ്ട്. അതിൽ വലിയ നമ്പർ എന്ത് ചെയ്തു? 1 നമ്മൾ കൂട്ടി. അതേപോലെ തന്നെ സ്മോളർ 1 നമ്മൾ എന്ത് ചെയ്തു? 1 കുറച്ചു. അപ്പോൾ നമുക്ക് അവരുടെ പ്രൊഡക്റ്റ് എന്ന് പറയുന്നത് 1 1 2 ആണ്. അതുപോലെ തന്നെ പ്രൊഡക്റ്റ് ഓഫ് ദ ലാർജർ ഡിക്രീസ്ഡ് ബൈ 1, അതായത് ലാർജ് നമ്പർ 1 കുറച്ചു. അതുപോലെ തന്നെ ചെറിയ നമ്പർ എന്ത് ചെയ്തു? 1 നമ്മൾ കൂട്ടി. അങ്ങനെ ആയപ്പോൾ നമ്മുടെ പ്രൊഡക്റ്റ് എന്ന് പറയുന്നത് 120 ആണ്. അപ്പോൾ ഇതേപോലെ നമുക്ക് ക്വസ്റ്റ്യൻ വരും. അതായത് ഒന്നിൽ പ്ലസ് ആണെങ്കിൽ ഒന്നിൽ മൈനസ്, ഇതേ രീതിയിലും നമുക്ക് ക്വസ്റ്റ്യൻസ് വരാം. അപ്പോൾ ഇവിടെ നമ്മൾ എന്തായിരിക്കും ഇക്വേഷൻ വരിക? xy മൈനസ് എക്സ് പ്ലസ് വൈ മൈനസ് 1 ഇസ് ഈക്വൽ ടു 112 എന്നായിരിക്കും ആദ്യത്തെ ഇക്വേഷൻ കിട്ടുക. ഇനി ഇവിടെ നമ്മൾ ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യുന്ന സമയത്ത് xy പ്ലസ് എക്സ് മൈനസ് വൈ മൈനസ് 1 ഇസ് ഈക്വൽ ടു 120. അപ്പോൾ ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ബ്രാക്കറ്റ് പ്രോപ്പറായിട്ട് ഓപ്പൺ ചെയ്യുക, പ്ലസും മൈനസും മാറിപ്പോവാതെ ചെയ്യുക. അപ്പോൾ ഐഡന്റിറ്റി ഓർത്തിരിക്കുകയാണെങ്കിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് വളരെ എളുപ്പത്തിൽ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും. ഈ 2 ഇക്വേഷൻസ്, ഇപ്പോൾ ഇവിടെ ഒരു ഇക്വേഷൻ കിട്ടിയിട്ടുണ്ട്. ഈ ഒന്നാമത്തെ ഇക്വേഷനും ഈ രണ്ടാമത്തെ ഇക്വേഷനും നമ്മൾ എന്ത് ചെയ്യുക? സോൾവ് ചെയ്ത് കഴിഞ്ഞാൽ ഈ പറഞ്ഞ ആൾക്കാരെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? കണ്ടുപിടിക്കാനായിട്ട് പറ്റും. പിന്നെ നമ്മുടെ ഇതേപോലെ ഐഡന്റിറ്റി തരും. ചില ക്വസ്റ്റ്യൻസിൽ നിങ്ങൾക്ക് ഐഡന്റിറ്റി തന്നിട്ട് കണ്ടുപിടിക്കാനായിട്ടും വരാറുണ്ട്. അപ്പോൾ ഐഡന്റിറ്റി തന്നിട്ട് ഇവിടെ നമ്മളോട് ചോദിച്ചിട്ടുള്ളത് 2 നാച്ചുറൽ നമ്പേഴ്സിന്റെ പ്രൊഡക്റ്റ് എന്ന് പറയുന്നത് xy എന്ന് പറയുന്നത് 315 ആണെന്ന് തന്നിട്ടുണ്ട്. അതേപോലെ തന്നെ അവരുടെ സമ്മ് x + y എന്ന് പറയുന്നത് 36 ആണെന്നും തന്നിട്ടുണ്ട്. ഇനി നമ്മുടെ ഈ ഒരു ഐഡന്റിറ്റി യൂസ് ചെയ്തിട്ട് തൊട്ടടുത്ത് വരുന്ന നമ്പേഴ്സിന്റെ പ്രൊഡക്റ്റ്, ദാറ്റ് മീൻസ് x + 1 എന്താണ്, x + 1 × y + 1 എന്താണെന്നാണ് കണ്ടുപിടിക്കാൻ പറയുന്നത്. അപ്പോൾ xy ഓൾറെഡി നമുക്ക് 315 ആണെന്ന് അറിയാം, x + y എന്ന് പറയുന്നത് 36 ആണെന്ന് അറിയാം, +1. ഇത് നിങ്ങൾക്ക് ഒരു 3 മാർക്കിന് വരാൻ സാധ്യതയുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ ഇത്രയും ക്വസ്റ്റ്യൻസ് ഒക്കെയാണ് മെയിൻ ആയിട്ട് നമ്മുടെ ഈ ചാപ്റ്റേഴ്സ് നിന്ന് നിങ്ങൾ പഠിച്ചിരിക്കുന്നത്. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ് ഇപ്പോൾ മിസ് പറഞ്ഞത്. ഈ ക്വസ്റ്റ്യൻസ് എല്ലാം തന്നെ നിങ്ങൾ പഠിക്കുകയാണെന്നുണ്ടെങ്കിൽ ഏകദേശം ഒരു 50+ മാർക്സ് നിങ്ങൾക്ക് സ്കോർ ചെയ്യാൻ പറ്റും. കാരണം എന്തായാലും വരാൻ സാധ്യതയുള്ള ടൈപ്പിലുള്ള ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ഡിസ്കസ് ചെയ്തത്. അപ്പോൾ ഈ ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് യൂസ്ഫുൾ ആയി തോന്നുകയാണെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ ഫ്രണ്ട്സിനെ എന്ത് ചെയ്യുക? ഈ ഒരു ക്വസ്റ്റ്യൻസ് ഒന്ന് അയച്ചു കൊടുക്കുക. നിങ്ങൾ തനിയെ ഈ ക്വസ്റ്റ്യൻസ് പ്രാക്ടീസ് ചെയ്യുക. ഏതെങ്കിലും ക്വസ്റ്റ്യനിൽ ഡൗട്ട് ഉണ്ടെങ്കിൽ നമ്മുടെ ലൈവിൽ ഈ ക്വസ്റ്റ്യൻസ് എല്ലാം തന്നെ ഡിസ്കസ് ചെയ്തായിരിക്കും. അപ്പോൾ എല്ലാവരും ലൈവ് ക്ലാസ്സുകൾ മറക്കാതെ കാണുക. അതുപോലെ തന്നെ ഇനി നിങ്ങൾക്ക് എന്തെങ്കിലും കാര്യങ്ങൾ സെപ്പറേറ്റ് ഏതെങ്കിലും ഒരു ചാപ്റ്ററിന് സ്പെഷ്യൽ ആയിട്ട് ഒരു ക്വസ്റ്റ്യൻ വീഡിയോ വേണമെന്നുണ്ടെങ്കിൽ താഴെ എന്ത് ചെയ്യുക? മസ്റ്റ് ആയിട്ട് കമൻറ്റ് ചെയ്യുക. അപ്പോൾ എല്ലാവരും അടിപൊളിയായിട്ട് പഠിക്കുക. ഓൾ ദി വെരി ബെസ്റ്റ്.